റെഫറൻസ് വണ്ടി മഹേന്ദ്ര കോണ്ടോ ആണ്. കോണ്ടോ 2013 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 1,53,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടി ജനറൽ സർവീസിന് വന്നാണ്. എയർ ബാഗിൻ്റെ വാണിംഗ് ലൈറ്റ് കത്തുന്നുണ്ട് എന്ന് വെച്ചാൽ സ്പൈർ കേബിൾ പോയതാണ് ഇതിൻ്റെ ഹോൺ അടിക്കുന്നത്. അത് നേരത്തെ ഉള്ള കംപ്ലൈൻ്റ് ആണ്. ഏകദേശം 50,000 കിലോമീറ്റർ മുന്നേ ഈ കംപ്ലൈൻറ്റ് ഉണ്ട്. കസ്റ്റമർ അതിന് വേണ്ടി ഒരു എക്സ്ട്രാ ഹോണിൻ്റെ ഒരു സ്വിച്ച് വെച്ചിട്ടാണ് ഹോൺ അടിക്കുന്നത്. ഈ ഒരു സ്വിച്ച് വെച്ചിട്ടാണ് ഹോൺ അടിക്കുന്നത്. അപ്പോൾ ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ സർവീസ് പിന്നെ ഫുൾ ചെക്കപ്പാണ്. അപ്പോൾ ഓടിച്ച് നോക്കിയതിൽ എൻജിൻ ബെഡിൻ്റെ നല്ലൊരു വൈബ്രേഷൻ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പോയതിൻ്റെ കഴിഞ്ഞ സർവീസിൻ്റെ മുന്നത്തെ സർവീസ് കസ്റ്റമറിൻ്റെ അടുത്ത് പറഞ്ഞതാണ് ഈ മൗണ്ടിൻ്റെ കാര്യം. അപ്പോൾ ആളപ്പം മാറ്റില്ല. ഇപ്പോൾ ആ മൗണ്ട് കൂടെ മാറ്റണം നമുക്ക്. ഇതിനകത്ത് നല്ല വൈബ്രേഷനായി. നേരത്തെക്കാളും ഒന്നുകൂടെ വൈബ്രേഷൻ കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിലെ ഒരു സിങ്ക്രണൈസറിൻ്റെ ഒരു കടി വരുന്നുണ്ട്. അതിപ്പോൾ നോക്കുന്നില്ല. എന്തായാലും അത് അങ്ങനെ നിർത്താൻ കുഴപ്പമില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒരു ആഞ്ചൽ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സസ്പെൻഷൻ എന്തെങ്കിലും പാർട്സ് പോയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണം. ഇനി അലൈൻമെൻറ്റ് ഔട്ടായതാണോ എന്നുള്ളത് അറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ സർവീസിൻ്റെ ഷെഡ്യൂള് ഏകദേശം ഒരു നല്ലോണം തെറ്റിയിട്ടാണ് വന്നിരിക്കുന്നത്. ഏകദേശം ഒരു 5,000 കിലോമീറ്റർ കൂടുതൽ ഓടിയിട്ടാണ് ഇപ്പോൾ വണ്ടി വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാനുണ്ട്. ഫുൾ ചെക്കപ്പ് എടുക്കണം. അപ്പോൾ നമുക്ക് ലിഫ്റ്റിലിട്ടിട്ട് വണ്ടി ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചെക്ക് ചെയ്തെടുക്കാം. ചെക്ക് ചെയ്തിട്ട് പറയാം ഞാൻ എന്തൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുള്ളത്. ഓയിൽ ജനറൽ സർവീസും അതുപോലെ മൗണ്ടും എന്തായാലും മാറ്റണം. പിന്നെ അഡീഷണൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ കോണ്ടോൻ്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിതിൽ ചെയ്തത് എൻജിൻ ബെഡ് മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഗിയർ ബോക്സ് ബെഡ്, ഏറ്റവും ചെറിയൊരു ഗിയർ ബോക്സ് ബെഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബാലൻസ് റോഡിൻ്റെ ബുഷ് പോലെയൊക്കെയാണ് ഇതിൻ്റെ ഗിയർ ബോക്സ് ബെഡ് വരുന്നത്. കണ്ടില്ലേ, എത്ര ഉള്ളു, 2 ബുഷിലാണ് ഇത് നിൽക്കുന്നത് ഗിയർ ബോക്സ്. അതുപോലെ തന്നെ എൻജിൻ ബെഡ് മാറ്റിയിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് പാഡ് മാറ്റിയിട്ടുണ്ട്. ബ്രേക്ക് പാഡ് നമ്മൾ TVSൻ്റെ എടുത്തിരിക്കുന്നത് 1,625 രൂപ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ബോൾ ജോയിൻറ്റ് 2 മാറ്റിയിട്ടുണ്ട്. അത് ഒരെണ്ണം വന്നിട്ട് 790 രൂപ MRP. പിന്നെ എൻഡ് വന്നിട്ട് നമ്മൾ റാണിയുടെ ഇട്ടിരിക്കുന്നത്, അത് വന്നിട്ട് 1,163 വരുന്നുണ്ട്. ഇതാണ് മാറ്റിയ സാധനങ്ങൾ. എന്നിട്ടുള്ള അങ്ങോട്ട് ബ്രേക്ക് പാഡ് ഉണ്ടല്ലേ, കഴിഞ്ഞ ഏകദേശം എൻഡിലെത്താൻ തുടങ്ങി ബ്രേക്ക് പാഡ്. പിന്നെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് നല്ല സൈറ്റാണ്, കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ എൻഡ്. പിന്നെ എൻജിൻ ബെഡും നമ്മളിതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലുള്ള കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC കൂളിംഗ് കസ്റ്റമർ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. AC കൂളിംഗ് നമുക്കിപ്പോൾ കൂളിംഗ് വരുന്നത് ഏകദേശം 13 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ വരുന്നുള്ളൂ. അതിൻ്റെ താഴ്ന്നില്ല. നമുക്ക് ഏകദേശം ഒരു 10ൻ്റെ താഴെ നിൽക്കണം. 7 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കറക്റ്റ് കൂളിംഗ്. 7ൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ ഇത് എത്ര തന്നെ നമ്മൾ നോക്കിയാലും ഏകദേശം ഒരു 13 ആ റേഞ്ചിൽ തന്നെ വരണുള്ളൂ. അതിൻ്റെ താഴുന്നില്ല. പിന്നെ നമുക്കൊന്ന് AC ഗ്യാസ് ഒന്ന് നോക്കണം. ഗ്യാസ് കുറവുണ്ടെങ്കിലും ഈ കംപ്ലയിൻറ്റ് വരും. അതുപോലെ തന്നെ കംപ്രസർ വീക്കാണെന്നുണ്ടെങ്കിലും ആ സെയിം കംപ്ലയിൻറ്റ് വരും. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് ഗ്യാസിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് ഇതിനകത്ത് കയറ്റാം. ഇപ്പോൾ കുറയുന്നുണ്ട്. പിന്നെ 14 അങ്ങോട്ട് താഴത്തേക്ക് പയ്യെ അതിനകത്ത് കുറയുന്നുള്ളൂ. ഏകദേശം 13.5 ആ റേഞ്ചൊക്കെ ആയിട്ട് അങ്ങനെ സ്റ്റില്ലായി നിൽക്കുകയാണ്, കട്ട് ഓഫ് ആവുകയാണ്. അപ്പോൾ നമുക്ക് ഇത് ഇപ്പോൾ തണുപ്പത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ കൂളിങ്ങിൻ്റെ പ്രശ്നം തോന്നില്ല. പക്ഷേ വെയിലത്തൊക്കെ നമുക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ വേർപ്പ് നല്ലോണം പുറത്ത് വരും. കൂളിങ് അത്രയ്ക്ക് അങ്ങ് കിട്ടില്ല നമുക്ക്. 13.8 അങ്ങനെ സ്റ്റില്ലാവുകയാണ്, കണ്ടില്ലേ, 13.7. പിന്നെ പയ്യെ കുറയുന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഗ്യാസ് കുറവായിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. ചെക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗ്യാസ് കയറ്റാം അതിനകത്ത്. ഇപ്പോൾ നമ്മുടെ കോണ്ടോൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്ത് നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ, സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ്, എൻഡ്, അതുപോലെ തന്നെ ജനറൽ സർവീസ്
എഞ്ചിൻ ബെഡ്, ഗിയർ ബോക്സ് ബെഡ്, അത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് ചെയ്തത്. പിന്നെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC-യുടെ കൂളിംഗ് കുറച്ച് കുറവായിരുന്നു, കുറച്ച് ഗ്യാസ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10 ആ റേഞ്ചിൽ 10-10ൻ്റെ താഴെ കൂളിംഗ് നിൽക്കുന്നുണ്ട്. കംപ്രസറിന് ചെറിയൊരു വീക്ക് ഉണ്ട്, ചെറുത് പറഞ്ഞാൽ ചെറിയൊരു വീക്ക്, വലിയ കംപ്ലൈൻ്റ് ഒന്നുമില്ല, എങ്കിൽ ചെറിയൊരു വീക്ക്. അപ്പോൾ ഒരു 10 ആ റേഞ്ചിലൊക്കെ കൂളിംഗ് വരുന്നുണ്ട്, ഓക്കെയാണ് ഇപ്പോൾ. പക്ഷേ ഇപ്പോഴത്തെ ചൂടിന് നമ്മൾ എത്ര തന്നെ AC കൂളിംഗ് ആക്കിയിട്ടും കാര്യമില്ല. എന്താ വെച്ചാൽ അത്രയും ചൂടുണ്ട് ഇപ്പോൾ പുറത്ത്. അതുകൊണ്ട് കസ്റ്റമർക്ക് എന്തായാലും ഒരു ഹീറ്റ് അനുഭവപ്പെടും. എന്താ വെച്ചാൽ കൂളിംഗ് ഫിലിമോ കാര്യങ്ങളോ ഒന്നും അതിനകത്ത് ഒട്ടിയിട്ടുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആ കാറ്റ് കൊള്ളുമ്പോഴുള്ളൊരു തണുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാറ്റിനൊന്ന് അങ്ങോട്ടോ വിൻഡോനൊന്ന് അങ്ങോട്ടോ തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹീറ്റായിട്ട് നമുക്ക് ഫീലാവും. അപ്പോൾ അതൊരു ലെവലിൽ നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർക്ക് ഒരു വിസിലിംഗ് സൗണ്ട് ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ. ആ സൗണ്ട് ഇപ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്നില്ല, ഒരു ചീകി അറിയുന്ന പോലെ കീ എന്ന് പറയുന്ന സൗണ്ടാണെന്ന് പറഞ്ഞത്. പക്ഷെ ആ ഒരു സൗണ്ട് ഇതിനകത്ത് ഇപ്പോൾ വരുന്നില്ല. പിന്നെ ബാക്കിയെല്ലാം ഓക്കെയാണ്. നമ്മൾ മൗണ്ട് കാര്യങ്ങൾ, പിന്നെ ഗിയർ ബോക്സിൻ്റെ സിംഗർനൈസറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ ഒരു കടിയോട് കൂടിയിട്ടാണ് വീഴുന്നത്. കടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ക്ലച്ച് ഇല്ലാത്തതിൻ്റെ ഒരു കടിയല്ല, ഒരു കറക്കുന്നൊരു സൗണ്ട് ഫസ്റ്റ് സെക്കൻഡ് സിംഗർനൈസർ റിങ്ങിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീൽ അലൈൻമെൻറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ സ്റ്റിയറിംഗ് ഫ്രീ ആകും, അതുപോലെ ഓടിക്കാനും കുറച്ച് കംഫർട്ട് ഉണ്ടാവും. ഇപ്പോൾ ഇത്തിരി കംഫർട്ടിൻ്റെ കുറവ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റിന് ചെറിയൊരു ഷെയ്ക്ക് ഉണ്ട് സ്റ്റിയറിങ്ങിൻ്റെ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, പക്ഷെ നേരത്തെ നമ്മളത് ലൂബ് ചെയ്ത് ഇത്തിരി സെറ്റാക്കി ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ ചെറിയൊരു സൗണ്ട് അതിനകത്തുനിന്ന് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലെ ബ്രേക്ക് പാഡും നമ്മളിതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാവർക്കും കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ വീൽ അലൈൻമെൻറ്റ് മാത്രം ഒന്ന് നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെ എല്ലാവർക്കും ബൈ.